നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ വിഭവമായാലോ? ഒരു നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറി. അതിനെന്തെല്ലാം വിഭവങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഈ ചിക്കൻ കറിക്ക് എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചത്, 2 ഇടത്തരം സവാള, 3 ഇടത്തരം തക്കാളി, 3-4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, ആവശ്യത്തിന് കറിവേപ്പില, വെജിറ്റബിൾ ഓയിൽ, പിന്നെ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, ഗരം മസാല, ഒരു പട്ട, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്. ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ചിക്കൻ 1 കിലോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ചെറിയ പീസാക്കിയിട്ട് അത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞ് 1 മണിക്കൂറോളം ഇത് വെച്ചിരുന്നു. അതിനുശേഷം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരപ്പെന്ന് പറയുന്നത്, നമ്മൾ 2 ഇടത്തരം സവാളയും 2 വലിയ തക്കാളിയും, എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര മിക്സിയുടെ ജാറിലിട്ട് നന്നായി നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടി മുളക് പൊടി എന്ന് പറയുന്നത് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ഇത് 5 ml, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾ, ഇത്രയും ഇട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്. എണ്ണ ഒഴിക്കാതെ ഇത് ചെറിയ തീയിലിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെയും ഇത് മൂപ്പിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുകയാണ്. ഇനി ഇത് അരച്ചു കൊണ്ടുവരാം. നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ ആ ചൂടാക്കിയ മുളക്, മല്ലി, മഞ്ഞൾ എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തു. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇനി ഒരു അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ലൈറ്റപ്പ് ചെയ്യാം. അതിലേക്ക് നമ്മളിവിടെ വെജിറ്റബിൾ ഓയിലാണ്, ഞാനിവിടെ ഒരു സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 സ്പൂൺ ഒഴിക്കാം. 4-5 എടുക്കാം, ചിക്കനല്ലേ. അതിലേക്ക് ചെറിയ ഇഷ്ടം പട്ട, 1 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, അതിനുശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്കിട്ട് നമ്മൾ വഴറ്റുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ വഴണ്ട് വരണം. ഈ അരപ്പ് ഞാനൊരു 15 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലെത്തിയിട്ടുണ്ട്. ഈ ചിക്കനിൽ ഒട്ടും തന്നെ നെയ്യില്ലാത്തൊരു ചിക്കനാണ്. അപ്പം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുകയാണ്. നെയ്യുള്ള ചിക്കനാണെങ്കിൽ അത് ഒഴിക്കണ്ട, ഇതിനകത്ത് ഒട്ടും നെയ്യില്ല. അതുകൊണ്ടൊരു 1/2 ടീസ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു. ഇത് ഈ ചിക്കൻ ഇതുപോലെ മുറിച്ചത് തന്നെയാണ് 1 കിലോ കേട്ടോ. ജീവനുള്ള തൂക്കിയുള്ള വെയിറ്റ് അല്ല ഈ പറയുന്നത്. ഇത് ഇതിലേക്ക് ഇടുകയാണ്, ഈ അരപ്പിലേക്ക് ഇടുകയാണ്. ഇത് ഇപ്പം കുരുമുളകും ഉപ്പും കറിവേപ്പിലയും കൂടെ തിരുമ്മി 1 മണിക്കൂർ, ഒരു ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. ഇത് 1 മണിക്കൂർ ഇപ്പോൾ ഞാൻ വെച്ചിരുന്നതാണ്.
ഇതുമായിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ചിക്കൻ ഇതുപോലെ ഈ അരപ്പുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അല്പം തീ കൂട്ടിയിട്ട് നമ്മളിത് മൂടി ഒരു തിള വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളത് തീ കുറച്ച് തീർത്തും കുറച്ചല്ല, ഒരു മീഡിയത്തിലിട്ട് നമ്മളിത് വേവിക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് നമ്മൾ മൂടി ചെറുതീയിലായി ഇട്ട് കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ, തീ കുറച്ച് തന്നെ ഇടണം. നമ്മൾ മൂടി വയ്ക്കുകയാണ്. അതിന് ശേഷം തീ തീർത്ത് സിമ്മല്ല, എന്നാൽ മീഡിയം അല്ലാത്ത ലെവലിലാക്കി ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊക്കി നോക്കുമ്പോൾ അറിയാം ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. ഇപ്പോൾ ഊറി വന്നിട്ടില്ല, ഊറി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വയ്ക്കുക. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിരുന്നു. ഇനി ഇതുപോലെ തന്നെ കുറച്ച് നേരം കൂടെ ഈ ചിക്കനിലേക്ക് ഈ അരപ്പിൻ്റെ എരിവും പുളിയും ടേസ്റ്റും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ. ചിക്കൻ എപ്പോഴും ഒരു സ്ലോ കുക്കിങ്ങിനോടാണ് എനിക്കിഷ്ടം. എല്ലാം ഫാസ്റ്റ് കുക്കിംഗ് എനിക്കത്ര കുറച്ചും കൂടെ ഇതിലേക്കൊക്കെ അരപ്പും പുളിയും എല്ലാം പിടിക്കുന്നത് അത്ര പിടിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ തീയിൽ ഈ അരപ്പിൽ കിടന്ന് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം തിളയ്ക്കുമ്പോൾ ഈ അരിവെല്ലാം ഇതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിങ്ങനെ ഇപ്പം തന്നെ 15 മിനിറ്റായി. ഇനി ഞാൻ ഈ എണ്ണ തെളിയുന്നവരെ ഇതിങ്ങനെ കിടക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ ഒഴിച്ച് നിങ്ങളുടെ തിളപ്പിച്ചെടുക്കാം. അതല്ല ഡ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിൽ ഇത് വഴറ്റി കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇത് നമ്മുടെ നെയ്ച്ചോറിനൊക്കെ നല്ലതാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താവുമെന്ന് കാണിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ വെള്ളം വറ്റുംതോറും അടി പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വയ്ക്കണം. നമ്മുടെ ചിക്കൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു. ഈ സമയത്ത് നമ്മൾ 2 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നീളമുള്ള പച്ചമുളകായിരുന്നു. അത് ഞാനത് 3-4 കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി നമ്മൾ മാറ്റി വെച്ചിരുന്നു, അതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് എല്ലാം നോക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇടാനുണ്ട്. നമ്മൾ കുരുമുളക് ചിക്കനിൽ പുരട്ടി വെച്ചിരുന്നു. കുറച്ച് കുരുമുളകും കൂടി ഇട്ടു. പിന്നെ ഇത് ഈ രീതിയിൽ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം അല്പം ചൂടാക്കി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി ഗ്രേവി അപ്പത്തിനും ചപ്പാത്തി റൊട്ടി അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെയാണെങ്കിൽ കുറച്ച് ഗ്രേവി നല്ലതാണ്. ഇപ്പോൾ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗ്രേവി അധികം വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് തണുത്ത വെള്ളമല്ല, ചൂടാക്കിയ വെള്ളമാണ്. പിന്നെ ഈ സമയത്ത് ഉപ്പ്, കുരുമുളക് ഓരോരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇപ്പോൾ എരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് ഇടാം. ഇത് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കണം, ഒന്ന് തിള വരണം. ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കുക വേണം. ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അല്പം ഗ്രേവിയോട് കൂടിയാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ആ രീതിയിലെടുക്കുക, അവരുടെ ഇഷ്ടം പോലെ ആകാം.
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.